കേരളത്തിൽ ഇതൊക്കെയാണോ നടക്കുന്നത്? ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സമസ്തയുടെ 100ാം വാർഷികം, അതിന്റെ ഒരുക്കങ്ങൾ കാസർഗോഡ് ജില്ലയിലെ കുണിയയിൽ ഫെബ്രുവരി ആദ്യത്തിൽ അതിന്റെ 100ാം വാർഷികം നടക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുമ്പോൾ അതിൽ മനസ്സിന് കൺകുളിർമ നൽകുന്ന, മനസ്സിന് സന്തോഷം നൽകുന്ന വലിയൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ഒന്ന് കണ്ടു നോക്കൂ. നമ്മൾ അതിനൊരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ബോർഡ് വെക്കണം. അത് നല്ല രീതിയിൽ വലിയൊരു ബോർഡാക്കിയിട്ട് വെക്കണം. ആ പരിപാടി നമ്മളെ കമ്മിറ്റിക്കാർ എല്ലാവരും കൂടി ഇടപെട്ടിട്ട് നല്ല രീതിയിൽ വിജയിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ ഒരു സംരംഭം വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. അപ്പം ഞങ്ങളിൽ ചെയ്യാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ പറയും. അത് ഗതാഗത തടസ്സം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. മൊത്തമായിട്ട് നമ്മുടെ നാട്ടുകാർ സജീവമായിട്ടുണ്ടാവും. ഒരു പള്ളിയുണ്ട് ഷെരീഫിൻ്റെ. കാലാകാലങ്ങളായിട്ട് എല്ലാ ഉത്സവത്തിനും നമുക്ക് ഒരു കിണ്ടൽ അരി അന്നും ഇന്നും ഈ കഴിഞ്ഞ ഉത്സവം വരെ തന്നോണ്ടുണ്ട്. ഈ സമ്മേളനം വിജയിപ്പിക്കുക എന്നത് ഞങ്ങളെ കൂടി ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയല്ല, ക്ഷേത്ര കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു സന്ദേശമാണ്. ഞങ്ങൾ അതിന് എല്ലാ നിലക്കും മുന്നിട്ടിറങ്ങും, ഞങ്ങളെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്നു. മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള ഷെരീഫാജിയുടെ പള്ളിയിൽ നിന്ന് അമ്പലത്തിലേക്ക് വർഷാവർഷം അന്നദാനത്തിന് 1 കിൻഡൽ അരി നൽകി വരുന്നു, വർഷങ്ങളായിട്ട് നൽകി വരുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ പഴയ കാലം മുതൽ കൊണ്ടും കൊടുത്തുമുള്ള ഈ മതസൗഹാർദ്ദം കുണിയയിൽ മാത്രമല്ല, കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ പള്ളികളും അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ പഴയകാല സൗഹാർദ്ദം ഇന്നും നിലനിർത്തുന്നു എന്നതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം.